കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എന്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, ഓരോ മനുഷ്യരും സാക്ഷ്യം പറയുമ്പോൾ വല്ലാത്ത അഭിഷേകം തോന്നിപ്പോകും. കർത്താവെ, അന്ന് ഡെയിലി ബ്രെഡിൽ പങ്കെടുത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് എന്നോട് അച്ഛനിലൂടെ സംസാരിച്ചു, ഞാൻ ആ തീരുമാനം എടുത്തെന്നൊക്കെ പറയുമ്പോൾ ദൈവം എത്രയോ മനുഷ്യരെയാണ് ഈ ഡെയിലി ബ്രെഡിലൂടെ നീ നേരിട്ട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലെല്ലാം എനിക്ക് നന്ദി പറയുന്നു. കർത്താവ്, ജീവിതത്തിന് ഒരു മേൽഗതി ഉണ്ടാകണം, ജീവിതത്തിനൊരു തീരുമാനം എടുക്കാൻ സാധിക്കണം എന്നൊക്കെ സന്നിഗ്ധമായ അവസ്ഥയിൽ വ്യക്തമായൊരു തീരുമാനം എടുക്കാൻ ഇപ്പൊ കർത്താവിന്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കട്ടെ. കർത്താവ്, ജോലിയില്ലാത്തവരെ, വിസ പുതുക്കലിനെ കൊടുത്തിട്ട് കിട്ടാത്തവരെ, നാട് വിട്ടു പോകേണ്ടി വരുമെന്ന് ഓർത്ത് വിഷമിക്കുന്നവരെ, വീട് വിട്ടു പോകേണ്ടി വരുമെന്ന് ഓർത്ത് വേദനിക്കുന്ന വാടകക്കാരും, അതുപോലെ തന്നെ വീടില്ലാത്തവരും, അവരുടെ വിവാഹത്തിന് പിരിഞ്ഞു താമസിക്കുന്നവരും, ഓരോരോ നേട്ടത്തിന് വേണ്ടി ജീവിത പങ്കാളി ഉപേക്ഷിച്ചും മക്കളെയും കൊണ്ടുകൊണ്ടിരിക്കുന്നവരും അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പല പല കാര്യങ്ങൾ കൊണ്ട് കുടുംബജീവിതം ഛിദ്രമായിരിക്കുന്നവരെ അങ്ങ് ഏറ്റെടുക്കുന്ന പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള കൃപയും എല്ലാം അതിജീവിക്കാനുള്ള ആത്മധൈര്യവും നൽകി ആ ശക്തി അവരെ അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ മാർഗരോഗങ്ങളും തീരാവേദികളും ജീവിതദുരിതങ്ങളും യേശുക്രിസ്തു നീങ്ങിപ്പോകട്ടെ. ലോർഡ് ഇൻഫ്യൂസ് ഹിസ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. ഇന്ന് ഒരു ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞ, എൻ്റെ മകൻ